ഹലോ ആൾ വെൽക്കം ബാക്ക്. ലാസ്റ്റ് 75 ഡേയ്സ് പ്ലാനർ പറയുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഓരോ വർഷവും എത്ര ക്വസ്റ്റ്യൻസ് വന്നു, എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടണം, അതൊക്കെയാണ് വളരെ അടിപൊളിയായിട്ട് വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ തന്നെ ആയിരിക്കും. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നീറ്റ് റിലേറ്റഡ് കണ്ടന്റ്സ് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, MBBS വ്ളോഗ്സ്, മെഡിക്കൽ വ്ളോഗ്സ്, പല വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റായിട്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് അതാണ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരു 50% അബോവ് 50% ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നിങ്ങൾക്ക് വേറെ കാര്യം പറഞ്ഞുതരാം. ഈ മെമോ നീറ്റ് ബയോളജി ഡയഗ്രാം PDF റിലീസ് ചെയ്തിട്ടുണ്ട്. 11th-ലും 12th-ലും പഠിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷാവുൽ സാറിന് DM ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഫ്രീ റിസോഴ്സ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവർ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വെക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ കറന്റ് അവർ ബയോളജി ഡയഗ്രാം PDF റിലീസ് ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് നെയിമിംഗ് റിയാക്ഷൻ്റെ ഒരു PDF റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NCERT എക്സാമ്പിൾസ്, ബയോളജി സ്റ്റഡി ടോപ്പിക്സ്, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ കയറിയിട്ട് നേരെ ഷാവുൽ സാറിന് DM ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താ പറയുക, എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഓക്കെ, വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പറയും. കാര്യം നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, റെഡി. ഫസ്റ്റ് ഓഫ് ഓൾ കെമിസ്ട്രിയാണ് പറയാൻ പോകുന്നത്. കെമിസ്ട്രി, ഈ കെമിസ്ട്രിയിൽ നമ്മൾ പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ കെമിസ്ട്രി നിങ്ങളോട് പറയാനുള്ളത്, കെമിസ്ട്രിയിൽ നമുക്ക് എന്തുണ്ട്, കെമിസ്ട്രിയിൽ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു കൊടുത്തു, ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ആ ടോപ്പിക്കിൽ നിന്നാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ആ ടോപ്പിക്കിൽ നിന്നാണ്. ആ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞല്ലോ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ റിയാക്ഷൻ മെക്കാനിസം ഇൻക്ലൂഡഡ് ആണ്, നെയിമിംഗ് ഇൻക്ലൂഡഡ് ആണ്, റിയാക്ഷൻ മെക്കാനിസം ഇൻക്ലൂഡഡ് ആണ്, പ്യൂരിഫിക്കേഷൻ, ഇത് മൂന്നും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന 3 സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കുന്നത്. 2024 നമുക്ക് നോക്കാം, 4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ നീറ്റിൽ, കഴിഞ്ഞ വർഷം 2 തവണ നീറ്റ് നടന്നിട്ടുണ്ടായിരുന്നു ചില ഡിസ്ട്രിക്റ്റിൽ, ചില സ്റ്റേറ്റിൽ. ഓക്കെ, അപ്പോൾ 2 തവണ നീറ്റ് നടന്നിട്ടുണ്ടോ, അത് തന്നെ ആയിരിക്കും, എനിക്കറിയില്ല, ഇത് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, ഏതായാലും 4 ക്വസ്റ്റ്യൻ വീതം ചോദിച്ചിട്ടുണ്ട്. 2023 ഞാൻ എഴുതിയ ടൈമിൽ 2 ക്വസ്റ്റ്യൻ, പിന്നെ ആ രീതിയിൽ നമുക്ക് ഒരു ആവറേജ് 2 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ കാണുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം നല്ലോണം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ റിയാക്ഷൻ മെക്കാനിസം ഒക്കെ സെറ്റാക്കി പഠിക്കാം. ഓക്കെ, പിന്നെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ +1 ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചാപ്റ്റർ സെറ്റാവും. ആ ചാപ്റ്ററിൽ നിന്ന് ആവറേജ് നമുക്ക് എന്ത് ചെയ്യാം, 3 ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും 3 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ 2024 മറ്റേ എക്സാമിന് മാത്രം 2 ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ചാപ്റ്റർ എന്ത് ചെയ്യുക, അടിപൊളിയാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തവർ നേരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബുക്ക് എടുക്കുക, വായിക്കുക, പഠിക്കുക. ഓക്കെ, പിന്നെ കെമിക്കൽ കൈനറ്റിക്സ്. വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്? കെമിക്കൽ കൈനറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ, ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന് കാണാൻ പറ്റും, 2 ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഇപ്പോൾ നമുക്ക് 2024 നീറ്റിൽ ഒരു ക്വസ്റ്റ്യൻ, 2024 നീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മിനിറ്റ്, 2024 നീറ്റിൽ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കണ്ട. ഓക്കെ, ഡി ആൻഡ് എഫ് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന ടോപ്പിക്സ് എല്ലാം ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ആണ്. അതായത് P ബ്ലോക്ക്, തെർമോഡൈനാമിക്, സം ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ടോപ്പിക്സ് ആണ്. അങ്ങനെ രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് സാൾട്ട് അനാലിസിസ്, അതെന്താണോ. ഓക്കെ, ഏതായാലും സൊല്യൂഷൻസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് 2 ക്വസ്റ്റ്യൻ വീതം, റിഡോക്സ് എന്നൊരു ക്വസ്റ്റ്യൻ. ഇത് മെയിൻലി ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ, അത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനൊക്കെ ഓരോ കോമ്പൗണ്ട് വന്നിട്ട് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഏതായാലും അത് പോട്ടെ, നമുക്ക് ഫിസിക്സ് നോക്കാം. ഓക്കെ, ഈ ഒരു പ്ലാനർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് തരാം. ഓക്കെ, യു ക്യാൻ ടേക്ക് സ്ക്രീൻഷോട്ട്. ഓക്കെ, ഒരു മിനിറ്റ്. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, കെമിസ്ട്രി. ഓക്കെ അല്ലേ, അപ്പോൾ എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് ഇലക്ട്രിസിറ്റി. ഞാൻ ഒരുപാട് ഇതിൽ പറയുന്നതാണ് കറണ്ട് ഇലക്ട്രിസിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
യു വിൽ ബി ഫീലിംഗ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ സ്റ്റഡിങ് ദാറ്റ് അല്ലേ. നിങ്ങൾ പഠിക്കാൻ വേണ്ടി കുറച്ച് ഡിഫിക്കൽട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഡിഫിക്കൽട്ടി ഒക്കെ ഒഴിവാക്കി വൺ ഷോട്ടോ എങ്ങനെയൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് ടൈം ക്ലിയർ ചെയ്യാൻ 4 ക്വസ്റ്റ്യൻ മിനിമം ചോദിക്കും. ഓക്കെ, 4 ക്വസ്റ്റ്യൻ മിനിമം ഷുവറാണ്. 4 ക്വസ്റ്റ്യൻ ഇവിടെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പോട്ടെ. അപ്പോൾ 4 ക്വസ്റ്റ്യൻ മിനിമം ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ 5 ക്വസ്റ്റ്യൻ 2023 ഞാൻ എഴുതിയ ടൈമിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായില്ല ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യേണ്ടത് നോക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യനാണ് ആവറേജ് ആയിട്ട് നമുക്കൊരു 3 ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഹൈ വെയിറ്റേജ് ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററും കൂടിയാണ് അല്ലേ, നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഉടനീളത് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും സെറ്റാക്കാൻ പറ്റും. പിന്നെ കൈനറ്റിക് തിയറി, ഇപ്പോൾ ഇതിൽ വേവ്സ് എന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാക്കിയിട്ടുള്ളൂ. അപ്പോൾ വേവ്സ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ വെച്ചിട്ട് ഏകദേശം ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ബയോളജി നോക്കാം. ബയോളജി ജനറ്റിക്സിന് ഏറ്റവും കൂടുതൽ 6 ക്വസ്റ്റ്യൻ 8 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, 8 ക്വസ്റ്റ്യൻ ആവറേജ് 7 ക്വസ്റ്റ്യനാണ് ആവറേജ്. ഓക്കെ, 9 ക്വസ്റ്റ്യൻ നീറ്റ് 2021 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മോളിക്കുലർ ബേസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരുപാട് പേജസ് ഉണ്ടല്ലേ, എനിക്കൊന്നും അതെല്ലാതും അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നല്ല വെയിറ്റേജ്, അത് രണ്ടും കോൺസെപ്റ്റൽ ചാപ്റ്റേഴ്സ് ആണ്. സിമ്പിളാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സസ് സെറ്റാക്കി കേട്ടാൽ മതി. ബയോമോളിക്യൂൾസ് 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ 5 ഒരുപാട് ഹൈ വെയിറ്റേജ് ചാപ്റ്റർ ആണ്. പിന്നെ ഇതിലുള്ള സെയിൽ സൈക്കിൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും നോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് വാട്സപ്പിലും ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ബാക്കി ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ കെമിസ്ട്രിയിലെ ഏറ്റവും ഹൈ വെയിറ്റേജ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതായത് റിയാക്ഷൻ നെയിമിങ്, റിയാക്ഷൻ മെക്കാനിസം, പിന്നെ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ ഈ നെയിമിങ് എങ്ങനെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, നെയിമിങ് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നെയിമിങ് പഠിക്കുന്നത്. നെയിമിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഇങ്ങനത്തെ ഓരോ കോമ്പൗണ്ട് വന്നിട്ട് ഇതിലേതാണ് ആൻസർ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഇതിന് ആൻസറിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ എനിക്ക് റിവിഷൻ ചെയ്യണം, ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ എനിക്ക് റിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നോക്കിയില്ല, ആൻസർ നോക്കിയില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇങ്ങനെ തരും. അപ്പോൾ ഇതിൻ്റെ ഓർഡറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, അങ്ങനെ. അപ്പോൾ ഡബിൾ ബോണ്ട് ഏത് പൊസിഷനിലാണെന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നെയിമിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 1 2 3 അങ്ങനെ ഓരോ ഓർഡറുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനനുസരിച്ച് പോവുക. അപ്പോൾ ഇത് ഓർഡർ പഠിക്കണം. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ പാരൻറ്റ് ചെയിൻ ഏതാണെന്നൊക്കെ, ഇതാണോ പാരൻറ്റ് ചെയിൻ, അതോ ഇതാണോ പാരൻറ്റ് ചെയിൻ, അതോ ഇതാണോ പാരൻറ്റ് ചെയിൻ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ, അതിൻ്റെ റൂളുണ്ട്. ആ റൂള് ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുവഴി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതെന്താണ്, ഇത് റിയാക്ഷൻ മെക്കാനിസം ആണ്. റിയാക്ഷൻ മെക്കാനിസത്തിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് CCl ബോണ്ട് അയണൈസേഷൻ ഷാൾ ഗിവ് മോർ സ്റ്റേബിൾ കാർബോണിയം അയൺ. ഓക്കെ, അപ്പോൾ കാർബോണിയം അയൺ CCl ബോണ്ട്, അതായത് CLനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, CL മൈനസ് ആയിട്ടാണ് പോവുക. അപ്പോൾ ഇവിടെ പ്ലസ് ആവും, കാർബോ കാറ്റിയോൺ ആവും. ഈ കാർബോ കാറ്റിയോൺ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ എവിടെയെന്ന് ചോദിച്ചിട്ടുള്ളത്, അവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ടെറിഷറി കാർബൺ ഇത് വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ ഇതാണോ അത് നോക്കാം. പക്ഷേ ഇവിടെ റിംഗ് ഡീലോക്കലൈസേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, അങ്ങനെ നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല, കാര്യം ഞാൻ കുറച്ച് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ജസ്റ്റ് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള കാര്യം തരാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രമാണ്. ഓക്കെ, ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. +I ഗ്രൂപ്പ്, ഇത് മൈനസ്, ഇത് +I അല്ല, ഇത് +I ആണ്. അപ്പോൾ ഇത് +I ആണോ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതിനനുസരിച്ച് പഠിക്കുക. അപ്പോൾ ലീസ്റ്റ് സ്റ്റേബിൾ റെസണൻസ്. ഓക്കെ, അപ്പോൾ ഞാനിത് ആൻസറിലോട്ട് പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ഇപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ചിലപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ്, അതായത് സർക്യൂട്ടൊക്കെ വന്നിട്ട് അത് നിങ്ങൾക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണം, ഡെയിലി പ്ലാനറൊക്കെ പറയണം. പക്ഷേ മെമോ നീറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മെമോ നീറ്റ് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റഡി പ്ലാനറും കാര്യങ്ങളൊക്കെ, അതായത് 75 ഡേയ്സ് പ്ലാനർ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടാവും, സെൽഫ് ഡൗട്ട് ഉണ്ടാവും, കിട്ടില്ല എന്നുള്ളത്. എക്സാമിന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം? ഇപ്പോൾ നിങ്ങളിപ്പോൾ PYQ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾക്കിപ്പോൾ അതായത് PYQ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ യുവർ ടൈം ടേബിൾ ഷുഡ് ഹാവ് ദാറ്റ് ടാസ്ക്. അതായത് നിങ്ങളിപ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ആയി കഴിഞ്ഞാൽ PYQ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സെറ്റാക്കി വെക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആവും ലാസ്റ്റ് ടൈമിലേക്ക്. ഇതൊക്കെ ഇവരുടെ പ്ലാനർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാം.
യു ഹാവ് ടു കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ആ സ്പെസിഫിക് ടൈമിങ്ങിൽ കംപ്ലീറ്റ് ചെയ്യണം. അതൊരു ടൈം ബൗണ്ട് ആയിരിക്കണം. അല്ലാതെ ഇപ്പോൾ ഇന്ന് കുറച്ച് ഇന്നത്തെ പ്ലാൻ വഴി ഇന്ന് പകുതി ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ബാക്കി നാളെ, അങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ പറ്റില്ല. പിന്നെ എല്ലാ ചാപ്റ്ററും ഓരോ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് വേണം നിങ്ങളിപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ ടെസ്റ്റ് സീരീസ് ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ടെസ്റ്റ് സീരീസ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ റിവിഷൻ ടൈം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇന്നലത്തെ ടോപ്പിക്ക് പഠിച്ച് മര്യാദയ്ക്ക് കംപ്ലീറ്റ് അല്ലെങ്കിൽ അത് ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ബാക്ക്ലോഗിൻ്റെ കവർ ചെയ്യാനുള്ള പ്ലാനും വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അനലൈസ് ചെയ്യാനുള്ള ടൈം വേണം. അതുപോലെ തന്നെ ഒരു 12 മണിക്കൂർ സ്റ്റഡി മതി, അത് പഠിച്ചാൽ തന്നെ ഏകദേശം സെറ്റാണ്. അതിൻ്റെ ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ബ്രഹ്മസ്ത്ര ലാസ്റ്റ് ബാച്ചിലുണ്ട് ആൻഡ് അവരുടെ ടൈം ടേബിളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എല്ലാ ദിവസവും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ അവറിലും നിങ്ങൾക്ക് ഓരോ ടാസ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഒരു ടൈം ലിമിറ്റില്ല. അതൊക്കെ ഞാൻ ജസ്റ്റ് പ്ലാനർ കാണിച്ചു തരാം. ഓക്കെ, പ്ലാനർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇവരുടെ പ്ലാനർ കാണിച്ചു തരാം. ഇതാണ് അവരുടെ പ്ലാനർ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രഹ്മസ്ത്ര ലാസ്റ്റ് ലീപ്പ് ബാച്ച് പ്ലാനർ ആൻഡ് ടൈം ടേബിൾ. ഓക്കെ, ഫ്രം February 14th May 3 ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, February 14th. ഓക്കെ, അപ്പോൾ ഇത് അവരുടെ ഫസ്റ്റ് പേജ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. ഇതവിടെ എക്സാംസിൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു PDF എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചാൽ ഇതാണ് അവരുടെ പ്ലാനർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. February 14th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ഇങ്ങനെ പോകാൻ പറ്റും. എന്തൊക്കെ ചെയ്യണം, PYQ ചെയ്യണം, NCERT ലൈൻ ബൈ ലൈൻ, അങ്ങനെ ഇതിൽ ബയോളജി പഠിക്കും, ഇതിൽ ഫിസിക്സ് പഠിക്കും, ഇതിൽ കെമിസ്ട്രി പഠിക്കും, അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റാക്കി അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? റെഡി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അല്ലേ, നിങ്ങൾക്കിപ്പോൾ കണ്ടിന്യൂസ് പഠിക്കില്ല, പ്രോപ്പർ റീഫ്രഷ്മെൻറ്റും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ പ്ലാനർ വഴി എല്ലാ ചാപ്റ്ററിനും എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ടെസ്റ്റ് സീരീസ് അതിൽ തന്നെ ഈ അവരുടെ പ്ലാനർ വഴി ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 പാർട്ട് ടെസ്റ്റും 6 ഫുൾ ടെസ്റ്റും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, പ്രോപ്പർ ടൈം ഫോർ റിവിഷൻ ആണ്. അപ്പോൾ റിവിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾ ഹൈലി മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ലോഗ് സെറ്റാക്കാൻ പറ്റും. പിന്നെ ഈ ബ്രഹ്മസ്ത്ര ലാസ്റ്റ് ലീപ്പ് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. അതുവഴി നിങ്ങൾക്ക് ടെസ്റ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് അതിനുള്ള ടൈം വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ബുക്ക് സെക്ഷൻ ഉണ്ട്. മിസ്റ്റേക്ക് ബുക്ക് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയ എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തെറ്റിയത്, എങ്ങനെയൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ അവിടെ ആ ഒരു മിസ്റ്റേക്ക് ബുക്ക് നിങ്ങൾക്ക് നോട്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഇത് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് ഏകദേശം 12 മണിക്കൂർ പഠിക്കാൻ പറ്റും. ഇത് ആൾറെഡി February 14th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഐ ആം ഗോണ ടു ടേക്ക് ദിസ് ലീവ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ ഒരു ടൈമില്ല, അങ്ങനത്തെവരുണ്ടാവും അല്ലേ, ഇത് ഫോളോ ചെയ്യാൻ ടൈമില്ലാത്തവരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫോളോ ചെയ്യാൻ ടൈമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഡെഫിനറ്റ്ലി വാട്ട് യു വിൽ ബി ഡൂയിങ്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ടൈമില്ല, നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, നിങ്ങൾക്ക് അവരുടെ എലൈറ്റ് ആൻഡ് BTS ബാച്ച് ഉണ്ട്, ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ്, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് വളരെ അടിപൊളിയായിട്ട് നോട്ട് കിട്ടും, ഫോർമുല കാര്യങ്ങൾ കിട്ടും, ഫോർമുല ഷീറ്റും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ബ്രഹ്മസ്ത്ര റിവിഷൻ പത്രിക കിട്ടും. ഇതിൽ NTA അനാലിസിസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾക്ക് സെറ്റാക്കി പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ മൈൻഡ് മാപ്പ് കിട്ടും. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് മൈൻഡ് മാപ്പ്, പോയിന്റ്സ് ടു പൗണ്ടർ ഒക്കെ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസ് എന്താ പറയുക, ലാസ്റ്റ് ഞാൻ പറഞ്ഞതാണ്, ഞാൻ പ്രൂഫ് കൊടുക്കാം. ലാസ്റ്റ് ഇയറിൽ 95% ഓഫ് ക്വസ്റ്റ്യൻസും ഈ ഒരു ടെസ്റ്റ് സീരീസ് ബേസ് ചെയ്തിട്ടാണ് വന്നത്. ഏകദേശം 680 മാർക്കോളം നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് 2024 നീറ്റിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഫ്രീ മെറ്റീരിയൽസ്, അതായത് ബയോളജി ഡയഗ്രാം PDF കാര്യങ്ങളൊക്കെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബ്രഹ്മസ്ത്ര ലാസ്റ്റ് ലീപ്പ് ബാച്ചിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ പ്ലാനറും. ഓക്കെ, പ്ലാനർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾക്ക് അവരുടെ ആപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ആപ്പിൽ നിന്ന് കിട്ടും. അതിൽ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷാവുൽ സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടെലഗ്രാം വഴി ഷാവുൽ സാറിന് മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ ആ കാര്യങ്ങൾ കിട്ടും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ അലൈറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസിലും, ബ്രഹ്മസ്ത്ര ടെസ്റ്റ് സീരീസിലും അതുപോലെ തന്നെ അലൈറ്റിലും ഈ കോംബോ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷാഹിദ് 20 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 20% നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഫ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ ജസ്റ്റ് ഏർലി ബേർഡ്, അതായത് നേരത്തെ എണീച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാനർ റെഡി ആക്കി. ഇത് മെമോനീറ്റ് കൊടുത്തൊരു പ്ലാനർ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്ലാനർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് സ്ക്രീൻഷോട്ട്, എല്ലാം ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക, സെറ്റാക്കി പഠിക്കാം. 5:30 മുതൽ 7:30 വരെ ബയോളജി പഠിക്കാം.
ഓക്കെ 5:30 മുതൽ 7:30 വരെ ബയോളജി 2 മണിക്കൂർ സെഷൻ, ഏകദേശം 6 മണിക്കൂറായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് 8 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂർ സെഷൻ ബയോളജി പഠിക്കുക. അപ്പോൾ 10 മണിയാകുമ്പോഴത്തേക്ക് ബയോളജി തീർന്നു. പിന്നെ ഫിസിക്സ് പഠിക്കുക, കെമിസ്ട്രി ഫിസിക്സിനെ വീണ്ടും പഠിക്കുക. അപ്പോൾ ഈവനിങ് 4 മണി വരെ ഫിസിക്സ് പഠിച്ചു. ഇതിൽ നിങ്ങൾക്ക് എന്ത് വരുന്നത് ബ്രേക്ക് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ 4:30 മുതൽ 6:30 വരെ കെമിസ്ട്രി, 7:30 മുതൽ 9:00 വരെ കെമിസ്ട്രി. അപ്പോൾ അതിൽ 6:30 to 7:30 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. 12 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, ബാക്കിയുള്ള ടൈം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫുഡോ എക്സസൈസോ നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഒരു 30 മിനിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്. ഇവിടെ 10 to 11, അതായത് 1 മണിക്കൂർ ബ്രേക്ക് കൊടുത്തിട്ട് അങ്ങനെ ഓരോരോ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടും. ഓക്കെ, ആ രീതിയിൽ പഠിക്കാം. പിന്നെ നേരത്തെ എണീച്ച് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ പ്ലാനറാണ് ഇത്. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനർ. 7 മണി നിങ്ങൾ എണീച്ച് കഴിഞ്ഞു, 6:45 എണീച്ചു, 45 മിനിറ്റ് ഫ്രഷ് ചെയ്തു, 7 മണിക്ക് പഠനം സ്റ്റാർട്ട് ചെയ്തു, 9 മണി വരെ ബയോളജി പഠിച്ചു. 2 അവർ സെഷൻ ആയിരുന്നു അത്. 9 to 9 നിങ്ങൾ എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫുഡൊക്കെ സെറ്റാക്കി ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 9 മുതൽ 12 മണി വരെ അടിപൊളിയായിട്ട് പഠിച്ചു. അതിൽ നിങ്ങൾക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഠിക്കാം, ഒരു 2.5 മണിക്കൂർ. പിന്നെ 12 to 1 നിങ്ങൾക്കൊന്ന് ടയേർഡായി ഭക്ഷണം കഴിക്കണം, ജസ്റ്റ് മൊബൈലിലൊക്കെ ഒന്ന് കളിക്കാം, ജസ്റ്റ് മൊബൈൽ മെസ്സേജസും കാര്യങ്ങളൊക്കെ നോക്കണം, എന്തെങ്കിലും ഇപ്പോൾ ഗെയിം കളിക്കണ്ട. ഓക്കെ, മൊബൈലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം. 1 മണിക്കൂർ സെഷൻ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 4 വരെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി വീണ്ടും നോക്കാം. 3 മണിക്കൂർ സെഷൻ ആയിരിക്കും. ഫിസിക്സ് ഓർ കെമിസ്ട്രി നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കെമിസ്ട്രി പഠിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇത് രണ്ടും ഫിസിക്സ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഇത് രണ്ടും കെമിസ്ട്രി ആയിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ആ രീതിയിൽ സെറ്റാക്കുക. പിന്നെ നിങ്ങൾ 4:30 മുതൽ 6:30 വരെ ഫിസിക്സ് പഠിച്ചു അല്ലെങ്കിൽ കെമിസ്ട്രി പഠിച്ചു. 6:45 മുതൽ 8:45 വരെ കെമിസ്ട്രി പഠിച്ചു. അത് 2 മണിക്കൂർ. പിന്നെ 9:15 മുതൽ 8:45 മുതൽ 9:15, അതായത് 4 ഇവിടെ ടീ ബ്രേക്ക് വരുന്നുണ്ട് കേട്ടോ. 4 മണി മുതൽ 4:30 വരെ ടീ ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 15 മിനിറ്റ് ഇവിടെ ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലഞ്ച് ബ്രേക്കാണ് വരുന്നത്. ഡിന്നർ 30 മിനിറ്റ് ഡിന്നർ വരുന്നുണ്ട്. 11:30 വരെ പഠിച്ചു നിങ്ങൾ. അതിനുശേഷം അടിപൊളിയായിട്ട് ഉറങ്ങി എന്നുള്ളതാണ്. 14 അവർ അപ്രോക്സിമേറ്റ്ലി ഒരു 13 അവർ 45 മിനിറ്റ് ആയിരിക്കും ഇത് വരുന്നത്. ഒരു 14 അവർ പ്ലാനറാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈമിൽ അങ്ങനെ ഫിസിക്സ് പഠിക്കും എന്നുള്ളത് ഒരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. കാര്യം ഇന്നത്തെ മെയിൻ ഫോക്കസ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ടു സ്റ്റഡി ഫിസിക്സ് അങ്ങനെ പഠിക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾ എന്ത് ചെയ്യുക, PYQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം റെഡിയാക്കാൻ പറ്റും. അത് എങ്ങനെയൊക്കെ പണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ PYQs ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ 2 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഓർന്ന് കൊടുത്തിട്ടുണ്ട്. അത് PYQs ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാം ക്വസ്റ്റ്യൻസും കൂടി സെറ്റാക്കണം. ഓക്കെ, PYQs അങ്ങനെ എക്സാം ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 ഷോട്ട് കാണുക. PYQs ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തിട്ട് കിട്ടണം, ആൻസേഴ്സ് കിട്ടണം. അങ്ങനെ കിട്ടാത്തവർ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസേഴ്സ് കിട്ടുന്നില്ല, സ്റ്റാർട്ടിങ് ആണ് എന്നുണ്ടെങ്കിൽ 1 ഷോട്ട് സീരീസ് കാണുക, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ സീരീസ് കാണുക. പിന്നെ വീണ്ടും നിങ്ങൾ എക്സാംസിലോട്ട് പോകണം. ഓക്കെ, NCERT റീഡിങ് മസ്റ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹൈലൈറ്റ് നമ്മൾ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്, അത് റീഡ് ചെയ്താൽ മതി. പിന്നെ കെമിസ്ട്രി അങ്ങനെ പഠിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക്, ഇനോർഗാനിക്, ഫിസിക്കൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഓർഗാനിക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക, അതിനുശേഷം NCERT റീഡ് ചെയ്യുക. ഇനോർഗാനിക് ആണെങ്കിൽ ഫസ്റ്റ് NCERT റീഡ് ചെയ്യുക, അതിനുശേഷം ക്വസ്റ്റ്യൻ ചെയ്യുക. ഫിസിക്കൽ ആണെങ്കിൽ ഫിസിക്സ് പറഞ്ഞ പോലെ ഫിസിക്സ് പഠിക്കുക. ബയോളജി ആണെങ്കിൽ NCERT ഈസ് ദ ബൈബിൾ, നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ NCERT നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ NCERT അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾ PYQs ചെയ്യേണ്ട ആവശ്യമില്ല. ബയോളജി കാര്യം എക്സ്ട്രാസ് ചോദിക്കുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. PYQs ചെയ്യേണ്ട ആവശ്യമില്ല, മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഈ വർഷം തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് ഏകദേശം ഒരു 75 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഈ 75 ഡേയ്സിൽ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടൈമിൽ എല്ലാവരും ഉഴപ്പുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാത്തവരൊക്കെ, മാർക്ക് കുറവുള്ളവരൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല ഹൈ ലെവൽ മാർക്ക് എന്നുള്ളവരൊക്കെ വീണ്ടും ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ഈ ഒരു ടൈമിൽ കുറവുള്ളവർ കൂടാനുള്ള ചാൻസ് ഉണ്ട്, കൂടിയവർ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർ കോൺഫിഡൻസും കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ ഇത് എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക. സോ എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ആദ്യ ബെസ്റ്റ്.